കൃഷിയൊക്കെ നോക്കി വീട്ടിലിരിക്കേണ്ട സമയത്ത് വീട് പോവുകയും ടേക്ക് ഓവറിൽ പോവുകയും വേറെ വീട് വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയത്. പലപ്പോഴും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡ്യൂട്ടി വർക്ക് കമ്മിറ്റ്മെൻറ്റ്സിനോട് വിചാരിച്ച പോലെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും പരാതിയൊന്നും കൂടാതെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. യു ഹാവ് മേഡ് അസ് എ ന്യൂ ഹോം. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു യു ബോത്ത് ഫോർ ദാറ്റ്. ഈ ഫംഗ്ഷൻ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ആക്ച്വലി നമ്മുടെ ബർത്ത്ഡേ ആയിട്ടുള്ള ഓഗസ്റ്റ് 8 നടത്തണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. ബട്ട് വാസ് ഇംപോസിബിൾ. ഒരാഴ്ച പിന്നിട്ടാണ്. സോ ഇൻ ദിസ് ഒക്കേഷൻ ഐ വാണ്ട് ടു വിഷ് യു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ മം. 2022 NHAൻ്റെ സർക്കുലർ വന്നപ്പോൾ ഞാൻ വളരെ ഡിസ്റ്റർബ്ഡായി. ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ഞങ്ങളുടെ സ്വർഗ്ഗതുല്യമായ ഈ സായി സ്വർഗം നമുക്ക് നഷ്ടപ്പെടുവാണല്ലോ. ഈ വയസ്സാം കാലത്ത് അച്ഛനും അമ്മയ്ക്കും ഒരു വാടക വീട്ടിലേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. റിലാക്സ് ചെയ്ത് സ്വന്തം വീട്ടിൽ ഇരിക്കേണ്ട ഒരു സമയത്ത് അതും ഞങ്ങൾക്ക് സായി സ്വർഗം 2, അതായത് സായി മയൂരവും കൂടെ ആ വീട്ടിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആ വീടും പോവുകയാണ്. സോ 2 വീടുണ്ടായിട്ടും ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ലീലകൾ നമുക്കറിയുന്നതാണ്. പക്ഷേ ആ സമയത്ത് ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം എൻ്റെ മനസ്സിലാവും. ആർക്കാണ് ഇങ്ങനൊരു ഭാഗ്യം കിട്ടുക? 3ാമതൊരു വീട് ചെയ്യാനുള്ളൊരു ഭാഗ്യം, കുറച്ചും കൂടെ സൗകര്യവും കാര്യമുള്ള ഒരു വീട് മാത്രമല്ല, ഇപ്പോൾ ഇരുന്ന സ്ഥലത്ത് നിന്നും പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് മാറുന്നു, പുതിയ നൈബേഴ്സ്. സോ ഇതൊരു പോസിറ്റീവായ കാര്യമല്ലേ എന്ന് ആലോചിച്ചിട്ടാണ് പിന്നെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഒരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വയസ്സുകാലത്തും ഇത്രയും പെർസീവറൻസും റെസിലിയൻസും ഉള്ള പാരൻസ് അവർ സ്വന്തമായിട്ട് കോൺട്രാക്റ്റ് പോലും കൊടുക്കാതെ ഇത് ഏറ്റെടുത്തു. ഞാൻ ഒരുപാട് അഡ്വൈസ് ചെയ്താണ്, പക്ഷേ ഏറ്റെടുത്തു. എന്നെക്കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തു. ഇതിന് ഞാൻ എൻ്റെ ഫാമിലീനെ സപ്പോർട്ട് പറയണം. ചിന്നവും കുട്ടികളും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം ഞാൻ ഏകദേശം എല്ലാ വീക്കെൻഡ്സും, ഫെബ്രുവരി മുതലുള്ള എല്ലാ വീക്കെൻഡ്സും ഈ വർഷത്തിൽ ഞാൻ പാലക്കാടേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എൻ്റെ ബ്രദറും അതിനുള്ളത് കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം വളരെ വിഷമിച്ചാണ് തുടങ്ങിയെങ്കിലും, വീട് പോകുന്നത് തുടങ്ങിയെങ്കിലും പിന്നീടുള്ള ഈ പ്രോസസ്സിൽ മുഴുവൻ ആനന്ദകരമായിരുന്നു. ഓരോ സമയത്തും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്വപ്ന തുല്യമായൊരു വീട്. ചിന്നും ഒരുപാട് ഇൻപുട്സ് വീട്ടിന് തന്നിരുന്നു, ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. ഈ പേഷ്യോ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു 80% എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നല്ല. എങ്കിലും എല്ലാം ഒരു പുതിയൊരു സ്റ്റൈലിൽ ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇവിടെ വന്നതിൽ നന്ദി. അനുഗ്രഹിക്കണം. അച്ഛനും അമ്മയോടെ എന്തെങ്കിലും റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഇനിയുള്ള കാര്യമെങ്കിലും സ്വസ്ഥമായിട്ട് നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് റിലാക്സ്ഡായിട്ട് യാത്രകൾ 2-3 വർഷമായിട്ട് എവിടേക്കും യാത്ര പോയിട്ടില്ല. തിരുവനന്തപുരം പാലക്കാട് കുറച്ച് കല്യാണങ്ങൾ ഒഴികെ അവരൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ അതെല്ലാം എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ അമ്മയാണ് ഞങ്ങൾക്കെല്ലാം, എനിക്കെല്ലാം, ദിലീപിനും അങ്ങനെ തന്നെ അച്ഛനും. കാരണം 2 ആൺമക്കൾ ഉള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ അത് ആലോചിച്ചറിയാം. ഒരു സ്ത്രീ 3 ആണുങ്ങളുടെ ഇടയിലാണ് അവർക്ക് അതാണ് അവരുടെ സോഷ്യൽ ലൈഫ്. അതെങ്ങനെയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. സോ അങ്ങനെയുള്ള ഒരു ഇതിലിരുന്നിട്ടും ഞങ്ങൾക്കെല്ലാം സപ്പോർട്ടും ഇൻസ്പിറേഷനായിട്ടുള്ളതാണ് അമ്മ. 60 വയസ്സ് പിറന്നാൾ നടത്താൻ പറ്റിയില്ല. കാരണം ആ സമയത്താണ് നിവേദ ജനിച്ചത്. 1 മാസം ഉണ്ടായിരുന്നില്ല അവൻ. അപ്പം നമുക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഗൃഹപ്രവേശന സമയത്ത് തന്നെ ആ ബർത്ത്ഡേ വന്നത് ഒരു അനുഗ്രഹം കരുതുന്നു. എല്ലാവരും ബന്ധുമിത്രാദികളുടെ ഇടയിൽ നടത്തണം തന്നെയായിരുന്നു ആഗ്രഹം. സോ അതിനും സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഹാപ്പി ബർത്ത്ഡേ മോം.
അമ്മയ്ക്കായിട്ടൊരു ഗിഫ്റ്റ് ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട്, കാണുക. Good evening, ma'am. Happiest birthday wishes from Tanishq team. எப்பயும் சந்தோஷமா நல்ல உடல் நலத்தோட இருக்கணும்னு நாங்க இறைவனை வேண்டிக்கிறோம். உங்களோட ஹவுஸ் வார்மிங் செரிமனிக்கும் எங்களோட விஷஸ். வாழ்த்துக்கள் மேம். Happy birthday,